ഈ ഒരു സ്പെസിഫിക്കേഷൻസ് ഹച്ച് ബാക്കിൽ ഈ പ്രൈസിൽ കിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോക്സ്വാഗൻ പോളോ GT ഒരു കാർ എന്തൂസിയാസ്റ്റിൻ്റെ ഏറ്റവും പ്രിയ വാഹനമായിട്ടുള്ളൊരു വണ്ടിയാണ് ഫോക്സ്വാഗൻ പോളോ GTs എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോർഡിൻ്റെ ഫിഗോ 1.5 ഡീസലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി. ഫിഗോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ പല ബ്രാൻഡ്സിനും ഇന്ന് വെല്ലുവിളിയാകാവുന്ന ഒരു വണ്ടിയാണിത്. എന്തെങ്കിലും സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാം. പിന്നെ അല്ല, ഇൻഫോ സിസ്റ്റം നിങ്ങൾക്ക് വണ്ടിയിലില്ല എന്നുള്ളൊരു കുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എൻജോയ്മെന്റ് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഒരു കോമ്പറ്റീഷനിലോട്ട് വരത്തില്ല എന്നുള്ളതാണ് സത്യം. ഫോക്സ്വാഗൻ പോളോ GTയുടെ കാര്യം തന്നെ ആദ്യം പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇതുമായിട്ടൊരു ഡ്രാഗ് റേസ് വെച്ചിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഡ്രാഗ് റേസ് വെച്ചിട്ട് അതിനെ തോൽപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഫോർഡ് എന്ന മാനുഫാക്ചറേഴ്സിന് ഒത്തിരി ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഫോർഡ് ഇന്ത്യ വിട്ടു പോവുകയാണ് ഉണ്ടായത്. എങ്കിലും ഇതിൻ്റെ ഫാൻസിനൊന്നും ഈ വാഹനത്തെ മറക്കാൻ പറ്റിയിട്ടില്ല. കുറേ പേര് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. നല്ല ലോങ് റൺ കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള കുറേ ഫോർഡ് ഫിഗോസും ഫ്രീ സ്റ്റൈൽസും അതുപോലെ എക്കോ സ്പോർട്സും ഒക്കെ നമുക്ക് നിരന്തരം റോഡിൽ കാണാനായിട്ട് പറ്റും. അതിലേറ്റവും മികച്ചത് പറയാനുള്ളത് അവരുടെ സർവീസാണ്. ഫോർഡിൻ്റെ സർവീസ് ഇപ്പോഴും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ ഫോർഡിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് എൻ്റെ അറിവിൽ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് അറിവ്. നിങ്ങൾക്ക് അല്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഫോർഡ് ഫിഗോ ഇതൊരു 2019 മോഡൽ ഫോർഡ് ഫിഗോ ആണ്. 1.5 ആണ് TDC എൻജിൻ വരുന്ന ഡീസൽ ഫിഗോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ നമുക്ക് ചോദിക്കാം. കാരണം ഇന്ന് യൂസ്ഡ് കാർസിൻ്റെ ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയാണ് ഇത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈവൻ ഞാനും വണ്ടി നോക്കിയിരുന്ന സമയത്ത് നമ്മൾ സ്വിഫ്റ്റ് എടുത്തു, എങ്കിലും ഫിഗോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക് എന്നുള്ളതൊരു മാൻഡേറ്ററി ആയതുകൊണ്ട് നടക്കാതെ പോയി. പെട്രോൾ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും ഡീസൽ ഫിഗോയ്ക്ക് കുറേ ആരാധകരുണ്ട്. അതുപോലെ ഒരു ആരാധകനും ഇതിൻ്റെ ഓണറുമായിട്ടുള്ള ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, നമ്മുടെ യൂസർ എത്തിക്കഴിഞ്ഞു. ഹലോ വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. എന്താണ് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ സെയിൽസിലാണ്. ഓക്കെ, ഹാർപ്പർ കോളിൻസ് എന്ന് പറഞ്ഞ ഒരു പബ്ലിഷിംഗ് യൂണിറ്റിൻ്റെ നമ്മുടെ സ്കൂൾ ഡിവിഷൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സെയിൽസിലായതുകൊണ്ട് തന്നെ നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു വണ്ടി വേണം. അതെ, അതൊക്കെ വെച്ചിട്ടാണോ ഒരു ഫോർഡ് ഫിഗോയിലോട്ട് വന്നത്? തീർച്ചയായിട്ടും. അതെൻ്റെ ഒരു ഞാൻ ഈ ഫോർഡ് എടുക്കുന്ന ഒരു സമയത്ത് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഒരു വണ്ടി, നല്ലൊരു വണ്ടി എടുക്കണമെന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ പല വണ്ടികളും ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന കേട്ടൺ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടൺ വളരെ പെപ്പി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അടിപൊളിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെറിയ വണ്ടിയാണ്. എന്നാലും ആ എഞ്ചിനും അത്ര വണ്ണേ ഉള്ളെങ്കിലും അത് ഇപ്പോൾ ഒരിക്കലും നമ്മളത് ഫീൽ ചെയ്യിപ്പിക്കത്തില്ല. അതായത് പഴയ കേറ്റിന്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അത് എന്തോ അതിന്റെ ഇപ്പോഴത്തെ ഉള്ള എർഗണോമിക്സ് ഒന്നും അത്രത്തോളം നമുക്കൊരു പുതിയ ജനറേഷൻ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഗ്രൗണ്ടിനോട് വളരെ താന്ന് സഞ്ചരിക്കുകയും വളരെ എന്താ പറയുക, ആ ഗ്രാവിറ്റി വളരെ കൃത്യമായിട്ട് ബോഡി ക്വാളിറ്റി ഒത്തിരി ഇല്ലെങ്കിൽ പോലും ഉള്ളതായിട്ടൊരു ഫീൽ വരുന്ന വണ്ടിയായിരുന്നു അത്. അന്ന് എയർ ബാഗ് ഒന്നും ഇല്ല വണ്ടിയിൽ. എന്നിരുന്നാൽ പോലും എനിക്ക് അങ്ങനെ 120,000 കിലോമീറ്റേഴ്സോളം ഞാൻ ഓടിച്ചതിന് ശേഷമാണ് ആ വണ്ടി കൊടുക്കുന്നത്. വളരെ റിലയബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. സർവീസ് കയ്യിൽ നിൽക്കും. അതെ, സ്പേഷ്യസ് ചെറിയ വണ്ടിയാണെങ്കിൽ നമ്മൾ സ്പേസ് ഒരിക്കലും, കാരണം എയർപോർട്ട് ഓട്ടോ ഒക്കെ ഞാൻ ആ വണ്ടിയിൽ പോയിട്ടുണ്ട്. വിത്ത് ഫാമിലി 5 പീപ്പിൾ വിത്ത് ലഗേജ് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. അതിന് വെച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ വണ്ടി നോക്കിയത്. ഏതൊക്കെ വണ്ടി നോക്കിയാണ് ഇതിലോട്ട്? ഇതിപ്പോൾ ബലീനോ ഞാൻ നോക്കി 19 19 ബലീനോ നോക്കി, അമേസ് നോക്കി. ഇതെല്ലാം ഞാൻ നോക്കുന്ന സമയത്ത് പെട്രോൾ ഒരു ഷിഫ്റ്റ് ആയിക്കഴിഞ്ഞ്, അവരുടെ മാരുതി ആണെന്നുണ്ടെങ്കിലും ഹോണ്ട ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് പെട്രോളിലോട്ടുള്ള ഡീസൽ എൻജിൻസ് വളരെയധികം എൻകറേജ് ചെയ്യാത്തൊരു ലെവലിലോട്ട് അവർ
ഇതിൻ്റെ കോസ്റ്റൊക്കെ ആയിരിക്കാം, ഡീസൽ എഞ്ചിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കമ്പാരിറ്റീവ്ലി ഹയറാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ഫോർഡിൻ്റെ ഒരു എക്സിക്യൂട്ടീവ്, ഒരു മിസ്റ്റർ ജോയും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഷോറൂം മാനേജർ ഉണ്ടായിരുന്നു. ആ മാനേജറിൻ്റെ പേര് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മത്തില്ല. ഈഞ്ചിക്കൽ ഉണ്ടായിരുന്ന ഷോറൂം മാനേജർ. സ്ഥലം ട്രിവാൻഡ്രത്ത് ഈഞ്ചിക്കലിലുണ്ട് ഫോർഡിൻ്റെ ഷോറൂമിൽ മാനേജറായിരുന്നു പുള്ളി. എനിക്കിപ്പോൾ റോയൽ ഡ്രൈവിൽ ഒരു മാനേജറായിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ധാരണ. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാർ എത്ര വർഷം കൂടുമ്പോഴത്തേക്ക് വണ്ടി മാറാറുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വണ്ടി എടുത്തു വിൽക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് വളരെ റെലവൻ്റ് ആണ് വണ്ടി വിൽക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്കുള്ള. പിന്നെ അത് ബ്രാൻഡും റെലവൻ്റ് ആണ്, എത്ര നമുക്ക് റീസെയിൽ കിട്ടുന്നെന്നുള്ളത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്. ഞാൻ എക്കോസ്പോർട്ട് ആംബിയൻ്റ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 9.5 lakhs അന്ന് നമുക്ക് റോഡിൽ ഡീസൽ ഇറക്കായിരുന്ന ഒരു സമയത്താണ്. അതെൻ്റെ എക്കോസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അതും ഡീസൽ വണ്ടി. ഈവൻ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4,000 to 5,000 നമുക്ക് റേഞ്ചിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നിലനിർത്താൻ പറ്റും. പിന്നെ ഒന്ന് നമ്മൾ പാർട്സിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, അത് പാർട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ദ പാർട്സ്, പിന്നെ കോസ്റ്റ്. എന്നാലും 1 lakh kilometer ഈസിലി യു ക്യാൻ ഡ്രൈവ്. അത് ഒന്നും ചിന്തിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സെയിം 1.5 liter ഡീസൽ തന്നെ ഉള്ള എൻജിനുള്ള, അത് മാത്രമല്ല ഇപ്പം നമ്മൾ എക്കോസ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 1,400 സംതിങ് എങ്ങാണ്ടാണ് അതിൻ്റെ വെയിറ്റ്, കേർബ് വെയിറ്റ്. ഇപ്പം ഇതിന് 1,086 90 എങ്ങാണ്ടാണ് എൻജിൻ ടു വെയിറ്റ് റേഷ്യോ. എൻജിൻ വെയിറ്റും കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ ബലീനോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 800 ആണ്, ബലീനോ ഒരു 900 ആണ് അതിൻ്റെ. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് സ്പേഷ്യസാണ്. ബലീനോ സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ, സ്പേസിൻ്റെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് വേറെ വെഹിക്കിൾസ്, അല്ലെങ്കിൽ പിന്നെ I-20 ആണ് അത്രയും സ്പേസ് ഉള്ള വണ്ടി. പ്രീമിയം ഹാച്ചിൻ്റെ കാറ്റഗറിയിൽ വരുന്ന I-20 ആണ് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത്. പക്ഷേ I-20 ഒക്കെ നമുക്ക് ആ പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത വേരിയൻറ്റിലേക്ക് SUV ഒക്കെ എടുക്കാവുന്ന പ്രൈസിങ്ങിലാണ് അത് കിടക്കുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും വാല്യൂ ഫോർ മണി എന്നുള്ള പ്രൊപ്പോർഷൻസിൽ നമുക്ക് ഒരിക്കലും ഒരു ടോപ്പ് വേരിയന്റ് I-20 എടുക്കണേ 14 lakhs 12 lakhs പ്ലസ് ഒക്കെ പോകും. വൈ ഷുഡ് യു പേ ഫോർ സച്ച് എ വെഹിക്കിൾ? ഹാച്ചിന് ഇപ്പം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ XUV 3XOയും സ്വിഫ്റ്റിൻ്റെ പുതിയ വേരിയൻറ്റ് വന്നു. സ്വിഫ്റ്റിൻ്റെ പുതിയ വേരിയൻറ്റ് വന്നേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,40,000 ആണ് സ്വിഫ്റ്റിൻ്റെ, എനിക്ക് തോന്നുന്നത്. ഞാൻ അത്രയും എക്സ്-ഷോറൂം പ്രൈസ്. പക്ഷേ ഞാൻ പറഞ്ഞ XUV 3XO പ്രൈസ് എന്ന് പറയുന്നത് 7.49 lakhs അങ്ങനെയാണ്. അപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അലോയോ എന്ത് ചെയ്തിരുന്നാൽ പോലും നമുക്കൊരു 9 and 10 lakh നമുക്ക് അത്രയും ഒരു റോഡ് പ്രസൻസ് ഉള്ള വണ്ടി ഡ്രൈവിംഗ് ഇൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്ക് കിട്ടും. പിന്നെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. മൈലേജ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് എടുത്താൽ മതി. എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് രണ്ടിൽ നിന്നും കിട്ടുന്നത്. അപ്പം ഞാൻ ഇതേ കണക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ആ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, എത്ര വർഷം കൂടുമ്പോഴത്തേക്ക് വണ്ടി മാറുമെന്ന് ചോദിച്ചു. പിന്നെ എത്ര കിലോമീറ്റർ ദിവസം ഓട്ടുന്നത്? എനിക്കൊരു 100-120 കിലോമീറ്റർ ബേസിക്കലി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോൾ 1,40,000 കിലോമീറ്റർ വണ്ടി എത്തിയിട്ടുണ്ട്. In 3 years. No, 4 years. The coming year is the 5th year. Coming year is the 5th year, and in August it will be completing the 5th year. Okay. So in a short span of time it crossed 1,40,000 kilometers. അത്രയും കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി എടുത്ത അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഫീൽ ചെയ്തു. പിന്നെ കമ്പാരിറ്റീവ്ലി ആ എക്കോസ്പോർട്ടിൻ്റെ എൻജിനും ഇതിൻ്റെ എൻജിൻ സ്പെക്കും ഒക്കെ നോക്കി, സ്പേസും എല്ലാം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഈ വണ്ടി, പിന്നെ അത് മാത്രമല്ല അവിടുത്തെ എക്സിക്യൂട്ടീവായ ജോയ് എന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് കാണിച്ചിട്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി, ഇതിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, അതിൻ്റെ സസ്പെൻഷൻ, കോമ്പറ്റീറ്റർ അല്ല, ഇൻ ദ സെയിം ക്ലാസ് ഫോർഡ് ഇറ്റ്സെൽഫ് ദർ ഇസ് എ കോമ്പറ്റീഷൻ ഇൻ ബിറ്റ്വീൻ ഫ്രീ സ്റ്റൈൽ ആൻഡ് ഫോർഡ് ഫിഗോ. സോ ദ തിങ് ഈസ് ദാറ്റ് in freestyle the suspension is different and in this
the suspension is different. The suspension is lighter in this one. ഓക്കെ ഫ്രീ സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാർഡർ സസ്പെൻഷൻ. ഞാൻ ഫ്രീ സ്റ്റൈലിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ജെർക്കിയാണ്, ആ സസ്പെൻഷൻ ഹാർഡായുണ്ട്. പക്ഷേ ഓഫ് റോഡിങ് പർപ്പസും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വൺ വുഡ് ബി കോമ്പറ്റീറ്റർ. ഓക്കെ ഒരു നല്ലൊരു ഒരു SUV കോമ്പറ്റീറ്റർ എന്നൊരു സെമി SUV ടൈപ്പ് ഒരു ഹച്ച് ബാക്ക് തന്നെ കയറി വരുന്ന ഒരു ലെവലാണ്. നമ്മൾ എപ്പോഴും നോക്കുന്ന വാല്യൂ ഫോർ മണി പ്രൊപ്പോർഷനും കൂടെ നമ്മൾ നോക്കണം. അതെ. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് സസ്പെൻഷനാണ്. പിന്നെ അതുപോലെ തന്നെ റിലയബിലിറ്റി ഉണ്ട്. ബ്രേക്ക് ചെയ്ത് പുള്ളി കാണിച്ചു തന്നു. അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒക്കെ 80 ഒക്കെ കൊണ്ടുപോയിട്ട് പുള്ളി ബ്രേക്ക് ചെയ്തപ്പോഴും വളരെ സ്റ്റിഫായിട്ടുള്ള നല്ല ബ്രേക്കിംഗ് ആണ് കിട്ടുന്നത്. അത് എന്നെ കുറെ കൂടെ കോൺഫിഡൻസിലോട്ട് കൊണ്ടുവന്നു. അമേസ് ഓടിച്ചതെന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ അമേസ് ഓടിച്ച അമേസ് ഇസ് എ വണ്ടർഫുൾ വെഹിക്കിൾ ടു ബി പാർട്ട് ഓഫ്. ബട്ട് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പേസ്. പക്ഷെ അതിന്റെ പവർ ഇഷ്ടപ്പെട്ടോ? പവർ ഇഷ്ടപ്പെട്ടില്ല. അവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതൊരു നമ്മൾ ഒരു എന്താ പറഞ്ഞ വളരെ എന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലെഷർ ട്രിപ്പിന് എങ്ങാനും വളരെ പതുക്കെ കൊണ്ടുപോകാന്നൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ, അല്ലാതെ നമുക്കൊരു ടൈം സ്റ്റിപ്പുലേറ്റഡ് ടൈം ബാൻഡിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി റെവറൈൻ ചെയ്യണം, എൻജിൻ ഓടിച്ച് പോയാലേ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത ഉണ്ട്. പിന്നെ ആസ് ഫാർ സ്പേസ് ഇസ് കൺസേൺഡ് ദാറ്റ് ഈസ് almost equal to city. But if at that time the diesel was there, ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡീസൽ എഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ക്ലോസ് ടു സിറ്റിയാണ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ ഒരു പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന വണ്ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോമിനൽ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ എവറി 5 year I have to invest almost 7 to 8 lakhs ഫ്രം മൈ പോക്കറ്റ്. ഇത് കൊടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. എക്സസ് ടു ദാറ്റ് ആണ് ഞാൻ പറയുന്നത് ഈ ഒരു 7 to 8 lakhs നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ ഐ ഹാവ് ടു ഫൈൻഡ് ആൻ അഡീഷണൽ ഫണ്ട് ഓഫ് 7 to 8 lakhs. പിന്നെ സെക്കൻഡ്സ് വണ്ടി എടുത്തുകൂടെ എന്ന് ചിലർ ചോദിക്കും. പക്ഷെ അത് കറക്റ്റ് ഒരു വണ്ടി കിട്ടണം. അന്നത്തെ ബഡ്ജറ്റ് എത്രയായിരുന്നു? ഞാൻ ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും ബഡ്ജറ്റിനെ കുറിച്ച് അങ്ങനെ നോക്കാറില്ല. എവിടെ നിന്നെങ്കിലും പണ്ട് നമുക്ക് മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി എടുക്കുക എന്നുള്ളതാണ് ഇഷ്ടം. അന്ന് ഇത് ഓടിച്ച് കാണിച്ചു എനിക്ക് വണ്ടി, ഞാൻ ഇത് എടുത്തു. ഇത് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തതിൽ ഐ എം വെരി സാറ്റിസ്ഫൈഡ് ഇൻ ദ സെൻസ് ദാറ്റ് അതിൻ്റെ കോസ്റ്റ് ഇറ്റ്സ് ആൾമോസ്റ്റ് ഈക്വൽ ടു K10. അതിൻ്റെ കോസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റേ വരുന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ആം നോട്ട് ഇൻറ്റു ദാറ്റ്. ബട്ട് എനിക്ക് പറയേണ്ടി വരുന്നത് മാരുതിയുടെ നമ്മളെ ബോഡി വർക്കിനാകുന്ന കോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ഇടുമ്പോഴത്തേക്ക് ഒരു 1500 അങ്ങാണ്ട് ഒരു കോസ്റ്റ് നിങ്ങൾക്ക് ഇടേണ്ടി വരും. ഈവൻ ഇൻഷുറൻസിന് ഇട്ടാൽ പോലും തട്ടലും മുട്ടലും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവുന്ന ബോഡി മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹൈ. ഏതില്? മാരുതി. ഞാൻ K10 യൂസ് ചെയ്യൽ എനിക്ക് വന്നേക്കുന്ന അത് വണ്ടി ഉഗ്രനാണ്. പക്ഷേ അതിൻ്റെ ബോഡിയുടെ മെയിൻ്റനൻസ് ചെറിയ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൂടെ ഒരു ഓട്ടോക്കാരൻ പോയി, അവർ അല്ലെങ്കിൽ ഒരു ബൈക്കുകാരൻ പോയി, സൈക്കിളുകാർ പോയി, ഇവരെ ഒരു ഹാൻഡിൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ വരാവുന്ന സ്കാറ് അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് അത് ഡിപ്രീസിയേഷൻ വരുത്തുന്നതാണ്. അതാണ് പക്ഷേ ഈ വണ്ടിയിൽ ഞാൻ പറയുന്നത് ഇതുവരെ അങ്ങനെയുള്ള എനിക്ക് മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പം നമ്മളൊരു 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചു പോയാണ്. ബൈക്കുകാർക്കാണ് ബ്രേക്ക് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മളെ ബാക്കിൽ ഇതേ കണക്ക് വേഗത്തിൽ വരും. അപ്പം നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചില സമയത്ത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ബ്രേക്ക് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് നമ്മുടെ ഇതിൽ വന്ന് മിക്കവാറും തട്ടാറുണ്ട്. പിന്നെ നമുക്ക് അവരുടെ അടുത്ത് ഒരിക്കലും വഴക്കൂടാൻ പറ്റത്തില്ല. കാരണം ഞാൻ ബൈക്ക് വർഷങ്ങളോളം യൂസ് ചെയ്തിരുന്നു. 3 ബൈക്കോളം സെയിൽസ് തന്നെ യൂസ് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് നല്ല കിലോമീറ്റർ കവർ അതെ, എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പാഷൻ പ്രോ ആണ്. അത് 1,20,000 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിട്ടാണ് പാഷൻ പ്രോ കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രീം ഉണ്ടായിരുന്നു, അത് 80 കിലോമീറ്റേഴ്സുള്ള എക്സ്ട്രീം ഓടിച്ചു. പിന്നെ വന്ന വണ്ടിയാണ് ഹോർനെറ്റ് ആണ് വന്നത്. ഹോർനെറ്റ് റീസെന്റ് അതിപ്പോ ഉണ്ടോ കയ്യില? ഞാനിപ്പോ കൊടുത്തു. ഞാനൊരു പുതിയ വണ്ടിയിലോട്ട് പോവാ. അത് CB 350 RS. അത് ഓൾറെഡി ബുക്ക് ചെയ്തു. മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ കയ്യിലേക്ക് അത് വരും. അത് എനിക്ക് കുറേ നാളുകൾ ബൈക്ക് മാറണം ചിന്തയിൽ ഇങ്ങനെ എടുത്തൊരു വണ്ടിയാണ്. ബൈക്കിന്റെ കാട് കയറി അടുത്ത് വേറെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അതെ, തിരിച്ചു ബാക്ക് ടു യെസ് അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. ഞാൻ അത് തന്നെയാണ് പ്രേക്ഷകരോട്
പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഡ്രൈവിംഗ് ഇന്തൂസിയാസ്റ്റ് ആണ്, കംഫർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന, എല്ലാ പാരാമീറ്റേഴ്സും ഓൾമോസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഫോർഡ് ഫിഗോ. പിന്നെ ഇതിനകത്ത് ചില സമയത്ത് നമുക്ക് ഒരു ബാക്കിലൊരു വെന്റില്ല, റിയർ എ സി വെന്റ് ഇല്ല. അത് പക്ഷേ ഉള്ള എ സി എനിക്ക് തോന്നുന്നു ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഉള്ള എ സി നല്ല പവർഫുള്ളാണ്. നമ്മൾ ഈ ഒരു കാറ്റഗറി വണ്ടിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എ സി ഉള്ള വണ്ടികളിൽ ഒന്ന് ഇതാ. നമുക്ക് പെട്ടെന്ന് ഒന്നി തന്നെ ഇട്ട് കഴിഞ്ഞാൽ എത്ര ചൂടാണെന്നുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഏകദേശം ഒരു കൂളിംഗ്. കാരണം എ സി ഫ്രണ്ടിൽ ഇരിക്കുന്നവർ പലപ്പോഴും വന്നിട്ട് എ സി അണയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര റെഗുലേറ്റ് ചെയ്ത് കൃത്യം വയ്ക്കണം. നമ്മളത് കൃത്യം ഇനി പിന്നെ ഓട്ടോ ആ ഒരു ലെവലിലോട്ടൊന്നും കൺട്രോൾ സിസ്റ്റത്തിലോട്ടൊന്നും പോയിട്ടില്ല. അതിന്റെ വില അതിനൊക്കെ ഉള്ളൂ. സിസ്റ്റം വാല്യൂ ഫോർ മണിയാ. ഓൺ റോഡ് എത്രയായിരുന്നു? ഓൺ റോഡ് 7.20. ട്രെൻഡ് എന്നുള്ള വേരിയന്റ് ആണ്. ട്രെൻഡാണ്. അപ്പം ആ ഒരു പ്രൈസിൽ ഈ വണ്ടി എടുത്ത് ഇത്രയും വർഷം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്ററോളം ഓടിച്ചു. 140 ഓടിച്ചിട്ട്. അപ്പം ഈ ഫിഗോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ പല ബ്രാൻഡ്സിനും ഇന്ന് വെല്ലുവിളിയാകാവുന്ന ഒരു വണ്ടിയാണിത്. പോളോസ് ആണെങ്കിലും ഇപ്പോൾ പോളോ എടുക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസിന്റെ കാര്യം പേടിച്ചിട്ടാണ് എല്ലാവരും എടുക്കാത്തത്, മൈലേജിന്റെ കാര്യം പേടിച്ചിട്ടാണ്. പക്ഷേ പോളോയുടെ ഡീസൽ മൈലേജ് അടിപൊളിയാണ്. അല്ല, എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസിലുള്ള വണ്ടികളിൽ ഒന്നായിരുന്നു പോളോ. ഞാൻ GT ആണോ? അതെ. പക്ഷേ അതിന് മെയിൻ്റനൻസ്, ഇപ്പം നമ്മളൊരു 15,000 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു വലിയ അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് നോക്കിയില്ല. അതിനിപ്പം വളരെ സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് അവർ ചേഞ്ച് ചെയ്യാനായിട്ട്. ആ ഓയിലിന്റെ സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യാൻ തന്നെ അതെ സെമി സിന്തറ്റിക് ആണ്. അവരുടെ ഫോർഡിന്റെ തന്നെ എഞ്ചിൻ ഓയിലാണ് അതൊരു 500 to 500 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പെർ ലിറ്റർ വരുന്നത്. അതുകൊണ്ട് അത്രയും വലിയൊരു ഹ്യൂജ് 700 റേഞ്ച് ഒക്കെ പോകും. 700 റേഞ്ച് പോകും തോന്നുന്നു പെർ ലിറ്റർ കോസ്റ്റ്. അതുകൊണ്ട് വലിയൊരു ഹ്യൂജ് മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് വരുന്നില്ല. അല്ലാതെ ഇടയ്ക്ക് ഓരോ ഇഷ്യൂസ് വരുമല്ലോ, അതും ഇതിൽ വരുന്നില്ല. ഇപ്പം ഇഷ്യൂസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയൊരു ഇഷ്യൂ, കാരണം ഇതിൻ്റെ ഇപ്പോഴും സെൻസേഴ്സ് അല്ലെങ്കിൽ ഇപ്പം പവർ വിൻഡോസ്, എ സി, ഇതിനകത്തൊന്നും ഒരു കംപ്ലൈൻസും ഇതുവരെ 5 വർഷത്തിന് ഇടയിൽ ഇതുവരെ വന്നിട്ടില്ല. 1.4 lakhs ഓടിച്ചിട്ടും ഇതിന്റെ എ സിയുടെ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഫിൽറ്റർ ഇല്ല അങ്ങനെ ഇഷ്യൂസ് ഒന്നും. ഫിൽറ്റേഴ്സ് മാറുന്നല്ലാതെ എ സി ഇതുവരെ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് പൊതുവേ ഇതിന്റെ പ്രയർ ജനറേഷനിലുണ്ട് ഏറ്റവും മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ആണ്. 2 ഫ്യൂൽ ഇഞ്ചക്ടർ കണ്ടുകൊണ്ട് ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ടും കൂടെ മാറണമെങ്കിൽ 30,000 to 40,000 റുപ്പീസ് എങ്ങാണ്ട് വരും എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പാർട്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് അതാണ് ഫോർഡിനെ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചൊന്ന് പുറകോട്ട് വലിച്ചതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് അവർ ഇന്ത്യനൈസ്ഡ് ഉള്ള സെൻസിറ്റീവ് ഡീസൽ മീൻസ് പമ്പ്സ് ഒക്കെ ആയിരുന്നു. അതെ, പമ്പൊന്നും ഇഷ്യൂ വരാത്ത രീതിയിലുള്ളത് ആക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ എങ്കിലും ആൾക്കാർ ഒരു ചെറിയ പേടിയില്ലേ? പേടിയുണ്ടോയെന്ന് വെച്ചാൽ ആസ് എ യൂസർ മൈ എക്സ്പീരിയൻസ് ദർ ഇസ് നോ സച്ച് ഇഷ്യൂ. അത് ശരി. ഇപ്പോൾ 1.5 ലക്ഷം ആയി, എല്ലാം മിക്കതും 80,000 1 lakh ഒക്കെ അടുപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പേടി എല്ലാവർക്കും വരുന്നത്. അതെ, ഞാൻ ഇതിൻ്റെ 1,20,000 നമുക്കത് ഒരു 1 lakh ഒരു സർവീസ് വരും. അത് ഒരു 7,000 9,000 എങ്ങാണ്ടാണ് ആ ഒരു സർവീസ് കോസ്റ്റ് ആയത്. പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 1,20,000 ഒരു നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് മാറി. 1,20,000 മാറി. ടൈമിംഗ് ബെൽറ്റിന് എത്ര കോസ്റ്റ് ആയി? ടൈമിംഗ് ബെൽറ്റ് അന്നത്തെ എനിക്ക് ഒരു 20,000 റുപ്പീസ് എല്ലാം കൂടെ 20 എന്ന് പറഞ്ഞ ടൈമിംഗ് ബെൽറ്റ് മാറിയപ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ടുള്ള കുറച്ചുള്ള അത്രേ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ്സ് അതൊക്കെ നോർമൽ എല്ലാ ഡിപ്രീസിയേഷൻ വരുന്നതനുസരിച്ചിട്ട് മാറിക്കും. അതൊന്നും ഞാൻ ഒരിക്കലും ഒരു വണ്ടിയിൽ അത് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബെയർ ചെയ്യേണ്ട ഇതാണ്. എങ്കിലും ഒരു ഏകദേശം എത്ര കിലോമീറ്റേഴ്സ് ഒരു സിംഗിൾ ബ്രേക്ക് പാഡിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? 40,000 ആണോ 50,000 ആണോ? എനിക്ക് തോന്നുന്നത് ഞാൻ സെക്കൻഡ് ഓർ തേർഡ് ബ്രേക്ക് പാഡാണ് 1,30,000 കിലോമീറ്റേഴ്സിൽ എൻ്റെ തേർഡ് ബ്രേക്ക് പാഡാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അപ്പോൾ ഫ്രീക്വൻസി 40,000 ഒക്കെ നമുക്ക് ആൾമോസ്റ്റ് ഒരു കോസ്റ്റ് ആവാറുണ്ട്. അല്ലല്ല, കോസ്റ്റ് അല്ല, കിലോമീറ്റേഴ്സിലാണ് നമ്മൾ മാറുന്നത്. അപ്പം എത്ര കോസ്റ്റ് ആവാറുണ്ടായിരുന്നു? അത് അത്രത്തോളം ഞാൻ ഉണ്ട്. കാരണം നമ്മളൊരു
6,000 എങ്ങാനും ആയിരിക്കും മിനിമം നമ്മൾ ഈ നോർമൽ കോസ്റ്റിൻ്റെ കൂടെ ഒരു 6,000 7,000 എങ്ങാനും ആയിരിക്കും ആ സമയത്തായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രേ എനിക്ക് അങ്ങോട്ട് മനസ്സിൽ വരുന്നുള്ളൂ. കാരണം കൂടുതലായിട്ട് എനിക്കൊരു 10,000 ക്ലോസിലോട്ട് വലിയൊരു കോസ്റ്റ് എനിക്ക് തന്നിട്ടില്ല ഈ വെഹിക്കിൾ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ട്. ഇതിന് മുമ്പത്തെ ഉള്ള ഫോർഡ് ഉണ്ടല്ലോ, ഫിഗോ ഉണ്ടല്ലോ, അതിന് മറ്റേ ടെർബോയുടെ ഇഷ്യൂ ഒക്കെ അതെ. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും ഓടിച്ച് നടക്കുന്ന ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഇതിന്റെ കാരണം. ഞാൻ നേരത്തെ ലാഗ് അറിയേയില്ല. ലാഗ് അറിയേയില്ല. ഈവൻ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു 1000 RPM തന്നെ നമുക്ക് 1000 to 1500 RPM തന്നെ ഇത് 80 കിലോമീറ്റേഴ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ പോവും. അത് അങ്ങനെ നമുക്ക് പിന്നെ പെട്ടെന്ന് നമ്മൾ ആക്സലറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരും. എന്നാലും ഞാൻ പറയുന്നത് 2000 RPM നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന വണ്ടിയാണ്. പിന്നെ കാരണം വെയിറ്റ് കുറച്ചും കൂടെ കുറവാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് ഏറ്റവും പെപ്പി ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. അപ്പം അങ്ങനെ ടർബോയുടെ കാര്യങ്ങളോ ലാഗോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അല്ല ഫീൽ ചെയ്യുന്നില്ല എന്നല്ല, അതിനകത്ത് ഇല്ല. എക്കോസ്പോർട്ടിൽ പോലും ആ ടർബോ ലാഗ് ആരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ വണ്ടി ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര നല്ല. തേർഡ് ഗിയർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിയേഴ്സ് ഇൻ ദിസ് വെഹിക്കിൾ. യു ക്യാൻ ഡ്രാഗ് ഫ്രം 20 to 80 in the third gear. സോ ഒരു അപ്പോഴെത്ര 20 to 80 തേർഡ് ഗിയർ 20 to 80 കംഫർട്ടായിട്ട് ഓടിക്കാം. കംഫർട്ട് തേർഡ് ഗിയറിൽ യു ക്യാൻ ഡൗൺ കംഫർട്ട് അതിലും പോകും. അതെ പോവും. പക്ഷേ നിങ്ങൾക്ക് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ താഴോട്ട് കൊണ്ടുവന്നാലും എഞ്ചിൻ നോക്ക് ചെയ്യില്ല. മേളിലോട്ട് കൊണ്ടുപോയാലും നമ്മൾ ആ എഞ്ചിൻ സ്ട്രെയിൻ ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു തേർഡ് ഗിയറിൽ ഫുള്ള് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗിയർ റേഷ്യോയിൽ വണ്ടിക്കൊരു സ്പീഡുണ്ട്. അപ്പോൾ തേർഡ് ഗിയർ ആണെങ്കിൽ 30 അത് കൊണ്ടുപോകാനായിട്ട് ദർ ഇസ് നോ ഇഷ്യൂ. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ ദ വെഹിക്കിൾ വിൽ ടേക്ക് യു അറ്റ് എ സ്പീഡ് ഓഫ് 30. ഫോർത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ 40. ഫിഫ്ത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ പെഡൽ നമുക്ക് കാലൊന്നും കൊടുക്കണ്ട. ഫിഫ്ത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ AC ഇല്ല, നോക്കിംഗ് ഒന്നുമില്ല. വി ഡു നോട്ട് വാണ്ട് ടു അപ്ലൈ ദ ആക്സിലറേഷൻ ഇൻ ദ ഗിയർ ഇറ്റ്സെൽഫ്. ഇറ്റ് വിൽ റൺ. ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ കയറ്റം വേണേലും കയറിക്കോളും. യെസ്, ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ ഒരു നോർമൽ കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കയറി പൊയ്ക്കോളും. നമ്മൾ സ്റ്റിയർ ചെയ്താൽ മാത്രം നല്ല കയറ്റം കയറും. നല്ല കയറ്റം കയറും. പ്രത്യേകിച്ച് വണ്ടിയുടെ വെയിറ്റ് കുറച്ചുകൂടെ കുറവുള്ളത് കൊണ്ട് തന്നെ വിത്ത് AC വിത്ത് 5 people ഇൻസൈഡ് ഇറ്റ് ക്യാൻ. അത് ശരി, അത് ഇഷ്യൂ ഇല്ല. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് പറയുന്നതാ. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ്. അപ്പം മെയിൻ്റെനൻസിന്റെ കാര്യങ്ങൾ മൊത്തം ഷോറൂം സർവീസ് ആണോ ചെയ്യാറുള്ളത്? ഇതുവരെ മൊത്തം ഷോറൂം സർവീസ് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതുവരെ ഒരു ബേർഡനായിട്ടോ ഇനി ചിലപ്പോൾ എനിക്കറിയില്ല പാർട്സിന്റെ അവൈലബിലിറ്റിയിൽ കുറേശ്ശെ കാരണം സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഇതിൽ. പക്ഷേ തിരിച്ചു വരാൻ ഇല്ല ഇതുവരെ വലുതായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ചെറിയ കാരണം ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂം സർവീസ് തന്നെ ആയതുകൊണ്ട് ഇവരെനിക്ക് അഡ്വൈസ് തരും. ഇന്ന പാട്ട് മാറാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ പാട്ടിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അവർ വിളിച്ച് പറയും പാട്ട് വന്നിട്ടുണ്ട് കൊണ്ടുവന്ന് മാറും. അപ്പോൾ അവർ ടൈമിങ്ങിൽ തന്നെ ഒരു വിത്തിൻ 2 hours 3 hours ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെനിക്ക് വണ്ടി നല്ല കസ്റ്റമർ സപ്പോർട്ടാണ്. നല്ല കസ്റ്റമർ സപ്പോർട്ടാണ്. ബ്രാൻഡ് ഇല്ലെങ്കിൽ പോലും നല്ല കസ്റ്റമർ സപ്പോർട്ടാണ്. കാരണം മാരുതി യൂസ് ചെയ്തിട്ട് നമ്മൾ പോപ്പുലറിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഒരു സർവീസും ഇൻഡസിൻ്റെ ഒക്കെ സർവീസ് ഈവൻ അവർ ഒരു കസ്റ്റമറിന് ഇരിക്കാനായിട്ടുള്ള പ്രോപ്പർ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ബെറ്ററായി വരുന്നുണ്ട്. പക്ഷേ ഇത് പല ബ്രാൻഡ്സിനെയും കണ്ട് അവർ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. അതെ, കാരണം ഇനിയിപ്പോൾ ആളുകൾ സർവീസിന്റെ കാര്യങ്ങളും മീൻസ് കസ്റ്റമർ സർവീസും ഒക്കെ നോക്കിയുള്ള ബ്രാൻഡുകളിലോട്ട് പോകും. പക്ഷേ അതുകൊണ്ട് അതൊക്കെ അവരൊക്കെ ഇമ്പ്രൂവ് ചെയ്തേലേ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെല്ലാം ടൈം ഭയങ്കര ഇമ്പോർട്ടൻസ് ഫാക്ടറാണ്. നമ്മൾ ടൈമിൽ നമ്മുടെ പേഴ്സണൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കോമ്പറ്റീറ്റർ നമ്മളെ കൊണ്ടുപോകും. വഴക്കുണ്ടാക്കി സമയം കളയാൻ വയ്യ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചൂസ് ചെയ്യാതിരിക്കാം. മാരുതിയുടെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള നമ്മളൊരു കോമ്പറ്റീറ്റർ എന്നുള്ള നിലയിൽ ഏത് കോമ്പറ്റീറ്റർ ആണെന്നുണ്ടെങ്കിലും. കാരണം ആളുകൾക്ക് ക്ലാഷസ് ഒഴിവാക്കാനായിട്ട് പൊതുവെ ഇഷ്ടമാണ്. ഇപ്പോൾ വരുന്ന ജനറേഷൻസും ഉണ്ട്, ക്ലാഷസ് ഉണ്ട്. ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ പരമാവധി ക്ലാഷസ് ഒഴിവാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോകുക എന്നുള്ള എല്ലാവരുടെയും ഒരു അജണ്ടയാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു മാരുതിയുടെ സർവീസ് മോശമാണെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്.
ചിലയിടത്ത് അത് പ്രശ്നമായിരിക്കും. എനിക്കിതുവരെ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. ഞാൻ സർവീസ് ചെയ്യുന്നത് പോപ്പുലർ ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നും വന്നില്ല. പക്ഷേ മറ്റ് സർവീസ് കമ്പാരിറ്റീവ് ചെയ്യുമ്പോഴത്തേക്കാണ് കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് പോലും അവർ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെന്നുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, എനിവേസ് സർവീസിൻ്റെ കാര്യമൊക്കെ അങ്ങനെ. ഇനി മൈലേജിൻ്റെ കാര്യമാണ് അറിയേണ്ടത്. സെയിൽസ് ഇപ്പോൾ മെയിൻ ഒരു ഫാക്ടർ മീൻസ് മെയിൻ ഡീസൽ നോക്കിയത് പവറിൻ്റെ കാര്യത്തിനെക്കാട്ടി കൂടുതൽ മൈലേജ് വേണമെന്ന് വെച്ചിട്ടാണല്ലോ. മൈലേജ് എത്ര കിട്ടാറുണ്ട്? മൈലേജ് ഓൺ ആൻ ആവറേജ് 20. സിറ്റി ഹൈവേ ആവറേജ് ആവറേജ് ഓക്കെ. maximum 24 if you drive in the proper proportions. ഗിയർ പ്രൊപ്പോർഷൻ പ്രോപ്പർ ഗിയർ പ്രൊപ്പോർഷൻ RPM ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്ന മൈലേജ് നമ്മൾ പറയുന്നത്. അപ്പോൾ കറക്റ്റ് RPM കറക്റ്റ് ഗിയറിലാണെങ്കിൽ ഒരു 27 ഒക്കെ നമുക്ക് ലോങ്ങിൽ ഒപ്പിക്കാം. ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ 1500 ഒരു RPM ഉണ്ട്. ഈ വണ്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ അതാണ്, ആ RPM ആണ്, റൈറ്റ് ഗിയർ. ഇത് ഡ്രാഗ് ചെയ്ത് നമ്മൾ 2000 എബോവ് 3000 RPMലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലീസ്റ്റ് മൈലേജ് തരും. കാരണം ഇഫ് യു ആർ ആൻ എന്തൂസിയാസ്റ്റ് യു ഡു നോട്ട് ലുക്ക് ഫോർ ദാറ്റ് പ്രൊപ്പോർഷൻ. അത് മാത്രം നോക്കിയാൽ മതി. ഈ വണ്ടി അങ്ങനെയുള്ള വണ്ടിയാണ്. നോർമലായിട്ട് ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുന്ന ആൾക്കും ഇത് ഇഷ്ടപ്പെടും. രണ്ട് എക്കണോമിക്കലി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കും. എന്തൂസിയാസ്റ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കും. സത്യം. പിന്നെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു 15 lakhs ബഡ്ജറ്റും കൊണ്ടുപോയാൽ മാത്രമേ എനിക്കൊരു ഡീസൽ വണ്ടി നല്ല സ്പെക്കുള്ള വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ ഇത് 7.2 ഞാൻ എടുത്തു. ഇപ്പോഴേകദേശം ഏകദേശം ഡബിൾ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡീസൽ ഒരു നല്ലൊരു സ്പെക്കുള്ള വണ്ടി, ഏകദേശം ഇതേ സ്പെക്കുള്ള വണ്ടി എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇൻറ്റീരിയർ സ്പേസ് ആണെന്നുണ്ടെങ്കിലും അത് കംഫർട്ടബിൾ ആണ്. പിന്നെ ഒന്ന് ഇതിൻ്റെ ഗ്ലാസ് സ്ലൈഡിങ് ഗ്ലാസ്. നമ്മളിപ്പം വിസിബിലിറ്റി ആണോ? വിസിബിലിറ്റി എന്ന് മാത്രമല്ല, നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല സേഫ് ക്യാബിനിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് എപ്പോഴായാലും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ ഗ്ലാസ് കണ്ടോ, സ്ലൈഡ് ചെയ്താണ് ഈ ഗ്ലാസ്. കുറച്ചുകൂടെ സ്ലാൻഡിങ് ആണ്. സ്ലാൻഡിങ് ആകുമ്പോഴത്തേക്ക് ഈ യൂണിറ്റിൽ നല്ല സ്പേസ് ആണ്. പല വണ്ടികളുടെയും ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോർഷനിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ ഇരിക്കുമ്പോഴത്തേക്ക് നേരെ ചെന്ന് നമ്മൾ ഔട്ടർ ഒരു ഇതിലോട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് പൊതുവെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഉള്ള സ്വിഫ്റ്റ് ക്വാഡ്രാജെറ്റ് എഞ്ചിൻ ആ ഒരു ഇറങ്ങിയിരുന്ന K10 സീരീസിലുണ്ട്. ഇനിഷ്യൽ സ്വിഫ്റ്റിൽ ആ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് വിൻ ഗ്ലാസസ് ആൾമോസ്റ്റ് പാരലൽ വിൻ ഗ്ലാസ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് ഒരു നമുക്കൊരു അൺസേഫ് എന്ന് മാത്രമല്ല, നമുക്ക് വലിയൊരു വെഹിക്കിൾ ഇരിക്കുന്ന ലെവലിലോട്ടൊരു ഫീലിംഗ് ഒരിക്കലും സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വെഹിക്കിളിന്, ഞാൻ സ്വിഫ്റ്റിനെ കുറ്റം പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് ദ വേ ദ ബിൽറ്റ് ഈസ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇത് മാറുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ആൾട്ടർനേറ്റീവ് വണ്ടി കിട്ടാനൊരു ബുദ്ധിമുട്ട്. പിന്നെ പൊതുവേ പറയാറുണ്ട് ഫോർഡിൻ്റെ വണ്ടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ വോക്സ്വാഗൻ്റെ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് വേറെ വണ്ടിയിലോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അവരുടെ മെൻ്റൽ ഇതായിരിക്കാം, സ്റ്റാറ്റസ് ആയിരിക്കാം, എന്നാലും അതൊരു പ്രശ്നമാണെന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ ഡൗൺ ചെയ്തേ പറ്റൂ, കാരണം ഇത് ആക്സിഡന്റലാണ്. ആക്സിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ക്രൂസ് കൺട്രോൾ പോലെ തന്നെ അത് ബ്രേക്ക് ചെയ്യണമല്ലോ. ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഇവിടെ ഞാൻ വേണ്ട അത്രയും 5th ഗിയർ അത്രയും 50 ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു എൻജോയ്മെന്റ് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടികൾ ഒന്നും തന്നെ ഒരു കോമ്പറ്റീഷനിലോട്ട് വരത്തില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പം ഞാൻ തേർഡിലോട്ട് ഇട്ടു, ഇനി ഈ വണ്ടി പോകുന്നു, ആ വണ്ടി നമ്മൾ ആക്സിലറേഷനിലാണ് പോകുന്നത്, പക്ഷേ ഈ വണ്ടി ആക്സിലറേഷനിലല്ല പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ വണ്ടിയിൽ ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ബ്രേക്ക് പാഡ് ഇത്തിരി കൂടുതൽ കൺസംഷൻ കൂടുതലാണ്, അത് തീരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഓരോരുത്തരുടെയും ഗിയർ പൊസിഷൻസ്, ചിലത് ബ്രേക്ക് തന്നെ പിടിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡിലോട്ട് വരണം. ആ സെക്കൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് 20 കിലോമീറ്റർ വേഗത്ത് അങ്ങനെ ഒരു സ്പീഡ് അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഗിയറിലോട്ട് കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ
അത് ബ്രേക്ക് പാഡിൽ നല്ല രീതിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരും. ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരും, ടയറും പെട്ടെന്ന് തീരും. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നതനുസരിച്ചിട്ട് ബ്രേക്കിംഗ് ആക്സലറേഷനും ടയറിന്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ല, അതിന്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ തിരിച്ച് ഈ ഒരു 40 ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ 40 ഫ്രണ്ട് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ചെയ്ത് വരിക എന്നുള്ളത് നമ്മുടെ ബേസിക് ആണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി ഇത് കണ്ടോ, ഇതിപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വിട്ട് കഴിഞ്ഞാലും വണ്ടി വീണ്ടും 40 തന്നെ എത്തും. ഈ ഒരു സ്പെസിഫിക്കേഷൻസ് ഹച്ച് ബാക്കിൽ ഈ പ്രൈസിൽ കിട്ടില്ല. ഇത് ഇപ്പൊ ഒരു കോമ്പറ്റീറ്ററിന്റെ വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ അതിൽ കിട്ടും, പക്ഷെ കുറച്ചുകൂടെ പ്രൈസ് കൊടുക്കണം. അതെ, എക്സാക്ട്ലി. അതാണ് ഇതിന്റെ പ്രൈസ്. വിത്ത് ദിസ് ലിമിറ്റഡ് പ്രൈസ് ബ്രാക്കറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ഫെസിലിറ്റി. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. ഓക്കെ. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞ ടയർ ലൈഫിന്റെ കാര്യം നമ്മൾ മുമ്പേ ചോദിച്ചില്ലായിരുന്നു. ടയർ എത്ര പ്രാവശ്യം മാറി ഈ ഒരു ടയർ? ഒരു ഓടിയപ്പോ 3 പ്രാവശ്യം ടയർ. ഇത് 3ാമത്തെ ടയറാണ്. പ്രോപ്പർ ടയേഴ്സ് 3ാമത്തെ ടയറാണ്. ഓക്കെ. അപ്പൊ ഒരു 40,000 ആൾമോസ്റ്റ് 40,000 ടയർ മാറുന്നുണ്ട്. വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ സർവീസ് കുറച്ചും കൂടെ, കാരണം നെറ്റ്വർക്കിംഗ് ഇവർക്ക് വലിയ പ്രശ്നമാണ്. ഫോർഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് അവര് ഒരു സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ത്രോട്ടിൽ കൊടുത്ത് കാണിക്കാം. ഓക്കെ. ആ ഒരു ഫോർത്തിൽ തന്നെ നമുക്ക്, ഞാൻ ആ ചെറിയ സ്പീഡിൽ നിന്നും ആ സ്പീഡിൽ അതേ ത്രോട്ടിലിൽ തന്നെ നമുക്ക് വലിയ എക്സ്ട്രാ എഫേർട്ട് ഇല്ലാതെ, പൊതുവെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് സ്പീഡിലോട്ട് ആയതിനു ശേഷം മാത്രമേ ഡ്രാഗ് ചെയ്ത് കയറി വരുള്ളൂ. ഇത് അതില്ല. ഇപ്പൊ ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ തേർഡിലോട്ട് കഴിഞ്ഞാൽ തേർഡിൽ നിന്നും സെയിം ഒരു വെലോസിറ്റി നമുക്ക് തേർഡിൽ കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് പിക്ക് ചെയ്യും. 80-ലോട്ട് ഞാൻ ഇതാ പറഞ്ഞത്, നമ്മൾ ഈ 80-ന്ന് ഞാൻ ബ്രേക്ക് ചെയ്ത് ഇതിനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി സ്പീഡ് കുറച്ചു. ഇനി ഈ സ്പീഡ് കുറച്ചാലും നമുക്ക് പിന്നെ ചെന്ന് 30-ൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് പിന്നെ റിവറൈൻ ചെയ്ത് നമുക്ക് ആ 80-ലോട്ട് 80 അല്ല 80 ഞാൻ നമ്മൾ സ്പീഡും കാര്യങ്ങൾ സേഫ്റ്റി ആയിട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 60-80 ആ ഒരു പ്രൊപ്പോർഷൻസ് ആണ് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പീഡ് എന്ന് പറയുന്നത്. പോകും. അത് ഈ തേർഡ് ഗിയർ തന്നെ നിങ്ങൾക്ക് 4th-ലോട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട. 4th-ൽ ഞാൻ വെറുതെ ഗിയർ ഷിഫ്റ്റ് ചെയ്തോളൂ. വണ്ടിക്ക് എഞ്ചിന് നല്ല കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ട്. നല്ല. ഇനി 5th-ലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്. അത് ഇവിടെ വേറെ ആക്സിലറേഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നതേ ഇല്ല. വണ്ടി വീണ്ടും ഒരു 50-ലോട്ട് വണ്ടി തന്നെ പിക്ക് ചെയ്തോണ്ട് പൊക്കോളും. അത് റെക്കമെൻഡബിൾ അല്ല, റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിനകത്ത് എഞ്ചിന്റെ ഒരു ലൈഫിനെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഞാൻ എന്നാലും ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നെ അത്ര തീർച്ചയായും. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ നല്ല വശങ്ങളെ പറ്റി പറഞ്ഞു. ഇനി കുറച്ച് നെഗറ്റീവ്സ് കേൾക്കട്ടെ ഇതിന്റെ. നമ്മൾ ആ ഒരു റിയലൈസ് ഇവന്റ്സ് എന്നുള്ള ഒരു നെഗറ്റീവ് പറഞ്ഞു. കുഴപ്പമില്ല, ഇത് ട്രെൻഡാണ്, വേരിയന്റ്, പ്രശ്നമില്ല. ബാക്കി വേറെ എന്തെങ്കിലും വേറെ ഫീൽ ചെയ്യുന്നുണ്ടോ? ബോഡി ബിൽഡ് ക്വാളിറ്റിയുടെ മീൻസ് ഇന്റീരിയർ ക്വാളിറ്റിയുടെ കാര്യത്തിലോ എന്തെങ്കിലും? ഇന്റീരിയർ ക്വാളിറ്റി ഇപ്പം കുറച്ചും കൂടെ ട്രെൻഡി അല്ല എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നാം. പക്ഷേ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇതിന്റെ ക്വാളിറ്റീസ് ഒക്കെ സ്വിച്ച് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും. പക്ഷെ അതാണ് അവിടെയാണ് ഇപ്പം നമ്മൾ ചിലപ്പോൾ ട്രെൻഡി എല്ലാം തോന്നുമെങ്കിലും ഇതിപ്പോ 5 വർഷമായ ഒരു ഇന്റീരിയർ ആണ്. ഒരു സ്ക്രാച്ചസോ അല്ലെങ്കിൽ ഇപ്പോഴും ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷിലൊന്നും ഒരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡിപ്പെൻസ്. അത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് കണക്ക് ഇരിക്കും. ചിലർക്ക് ഇതിന്റെ ഒരു ഇന്റീരിയർ സ്പേസ് ചിലപ്പം ഒരു ട്രെൻഡി ആണെന്ന് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ക്വാളിറ്റി വൈസ് നമ്മൾ ഇതിനൊരു അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 ഇയേഴ്സിലോട്ട് എത്തുന്ന ഒരു വെഹിക്കിളാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി. സീറ്റ് കവേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. സീറ്റ് കവേഴ്സ് അല്ല, സീറ്റ് കവേഴ്സ് മാറിയെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഞാൻ ഈ വണ്ടി വാങ്ങിച്ച സമയത്താണ്
സീറ്റ് കവർ മാറിയേക്കുന്നത്. വാങ്ങിച്ച സമയത്ത് അന്ന് ചെയ്തത് 5 വർഷമായി, ഏകദേശം സീറ്റ് കവർ ചെയ്തിട്ട് 5 വർഷമായി. ആ സമയത്ത് ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് എനിക്കത് അത്ര ഒരു സീറ്റ് കവറിൻ്റെ ആ ഒരു ഇത് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്ലോറിങ് മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒന്ന് സർവീസ് കുറച്ചും കൂടെയൊക്കെ അവർക്ക് മെച്ചപ്പെടുത്താന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാർട്സിൻ്റെ അവൈലബിലിറ്റി നമ്മൾ കുറച്ചും കൂടെ ഫോർകാസ്റ്റ് ചെയ്ത് നമ്മളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ വണ്ടി ഒരു ചിലപ്പോൾ ഒരു 3 ദിവസത്തേക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഷോറൂമിൽ ഇട്ടേക്കേണ്ടി വരുന്ന അവസ്ഥ, ചിലപ്പം പാർട്ടിൻ്റെ അവൈലബിലിറ്റി. പക്ഷെ അവർ വളരെ ക്ലിയർ ആയിട്ട് അത് പറയും, ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത സർവീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ പാർട്ട് മാറാനുണ്ട്, അപ്പോൾ ഈ പാർട്ട് മാറാനായിട്ടുള്ള അഡ്വാൻസ് എങ്ങാനും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ പാർട്ട് ഞങ്ങൾ അവൈലബിൾ ആക്കി വെച്ചേക്കാം, നിങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്ക് വന്ന് മാറ്റിയാൽ മതി എന്ന് പറയും. പിന്നെ നോർമലി ഞാൻ മാരുതിയെ യൂസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് മാരുതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കുറ്റമല്ല, ഞാൻ പറഞ്ഞ ഓരോ ബ്രാഞ്ചസും എടുക്കുന്ന ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെവലൊക്കെയാണ്. അവിടെ ഉള്ള ടെക്നീഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുടെയൊക്കെ ബിഹേവിയർ ആണ് ബേസിക്കലി ഒരു വെർഡിക്റ്റ് ആയിട്ട് വരുന്നത്. ഇതൊന്നും ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് വെർഡിക്ട്സ് അല്ല, പേഴ്സൺ ടു പേഴ്സൺ ആകാം. ഇപ്പോൾ വണ്ടി തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ എത്ര കോസ്റ്റ്ലി മൊബൈൽ എടുത്താലും ചിലപ്പോൾ അത് ആദ്യം തന്നെ പണി തരും. ചിലത് ആ മൊബൈൽ തന്നെ ചിലരുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ വർഷങ്ങളോളം അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ഓട്ടോമൊബൈൽസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുറേയൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലക്ക്. But this vehicle is keeping a basic standard. വേസ് വേറെ കാര്യത്തിലൊന്നും പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പം ഡൂയിങ് വെൽ. ഓക്കെ, പിന്നെ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ, സ്റ്റോറേജ് സ്പേസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, മാക്സിമം ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. സൈഡിലും ബോട്ടിൽ ഹോൾഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ബോട്ടിൽസ് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതും നല്ലൊരു ഗ്ലൗ ബോക്സ്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള യുണീക്ക് ആയിട്ടുള്ള മറ്റുള്ള വെഹിക്കിൾസിൽ കാണാത്ത ഈ ഒരു സ്പേസിലാണ് ഐസൊലേറ്റഡ് ആയിട്ട് ഒതുങ്ങി ഒറ്റയ്ക്ക് അത് അവിടെ ഇരുന്നോളൂ. അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ഇപ്പം ഒരു സൺഗ്ലാസ് വെക്കണം, പ്രോപ്പറായിട്ട് നമുക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അല്ലാതെ എന്തെങ്കിലും യൂട്ടിലിറ്റി എന്തെങ്കിലും സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാം. പിന്നെ ഇൻഫോ സിസ്റ്റം നിങ്ങൾക്ക് വണ്ടിയിലില്ല എന്നുള്ളൊരു മനസ്സിൽ എന്തെങ്കിലും കുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് ഇതൊരു ഇന്റർനാഷണൽ പ്രൊപ്പോർഷൻസിൽ വച്ചേക്കുന്നതാണ്. ഫോണുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് അറിയാം. ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഫോ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ബ്ലൂടൂത്ത് ബേസിക് കണക്ടിവിറ്റി ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവൻ നമ്മൾ പാട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, ടേൺ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. അതെ, നമുക്കൊരു ബേസ് വേരിയന്റിൽ അത് വളരെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയിൽ തന്നെ അതെ, ആ കമ്പനി അതായിരിക്കാൻ കൊടുത്ത രീതിയിൽ തന്നെ ഇവിടെ ഒരു ഉണ്ട്. കൃത്യമായിട്ട് ആ ഫോൺ ഹോൾഡർ ആയിട്ട് തന്നെയാണ് അവരത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പറായിട്ട് വേറെ ഒരു ഫോൺ ഹോൾഡർ വാങ്ങിക്കുമ്പോഴത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ നമ്മളത്തെ ടെമ്പറേച്ചർ വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി പോവും. പിന്നെ നമ്മളത് നല്ലത് വാങ്ങിക്കണം, നല്ല ഹോൾഡർ തന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1500 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്കൊരു ഫോൺ ഇതിനകത്ത് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കിടക്കുന്നത്. എനിക്ക് പിന്നെ ഇത് ഇങ്ങനെ തന്നെ കിടക്കാനാണ് ഇഷ്ടവും. ഇതിനകത്തോട്ട് ഡിസ്റ്റർബൻസ് വരുന്നത് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൻ്റെ വളരെ യൂട്ടിലിറ്റി ഉള്ള സ്പേസ് ആണ്. അതെ, ഡിക്കി സ്പേസ് ആണ് ബേസിക്കലി കുറച്ച് എനിക്ക് ഇതിനകത്ത് പോരായ്മ തോന്നിയിട്ടുള്ളത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ സോഫ്റ്റ് ആയതുകൊണ്ട് 5 പേരെ നല്ല ഹട്ടക്കട്ടായിട്ടുള്ള 5 പേര് ഇതിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അടിയിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകത്ത് ഇവർ ബേസ് വേരിയന്റിൽ തന്നേക്കുന്ന 175 ടയർ ആണ് തന്നേക്കുന്നത്. 14 ആയിരുന്നു അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഇതിനകത്ത് സ്റ്റെബിലൈസർ പ്രോന്റെ
അത് ചെയ്തോ? അതിനകത്ത് അത് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മളിപ്പം ഒരു 80 പോകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു ഓവർടേക്കിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഉലച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും. ഉലച്ചിൽ ഫീൽ ചെയ്യും, അത് നോർമലി അത് ഫീൽ ചെയ്യും. പക്ഷേ ഈ സ്റ്റെബിലൈസർ പ്രോ ഞാൻ ഇട്ടതിന് ശേഷം വണ്ടി കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഗട്ടർ റോഡ്സിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും വേഗത്തിൽ ഈ സസ്പെൻഷൻസിലോട്ട് ഈ ഒരു ജർക്ക് ഫീൽ ചെയ്യും. സ്റ്റെബിലിറ്റി, വണ്ടിയുടെ സ്റ്റെബിലിറ്റി, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി എല്ലാം. ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ സോഫ്റ്റ് സസ്പെൻഷൻ ആകുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ആഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ സ്റ്റെബിലൈസർ പ്രോ ഇട്ടതിന് ശേഷമുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറേ കൂടെ സ്റ്റേബിളാണ്, വണ്ടി പാഴാതെ നമുക്ക് പാളിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ അത് സസ്പെൻഷൻ്റെ ലൈഫും കൂട്ടി. എൻ്റെ ഇപ്പോൾ ഇതുവരെ സസ്പെൻഷൻ ഞാൻ മാറിയിട്ടില്ല. ഒരു 35,000 കിലോമീറ്ററിലും കണ്ടാണെന്ന് തോന്നുന്നു. 35,000 to 40,000 കിലോമീറ്ററിലാണ് സ്റ്റെബിലൈസർ പ്രോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ സ്റ്റെബിലൈസർ പ്രോയിൽ ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് സംസാരിക്കുകയല്ല, ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോ വണ്ടിയിലും അതിൻ്റേതായിട്ടുള്ള ഒരു എർഗണോമിക്സ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഓരോ എക്യുപ്മെൻറ്റ്, അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. വണ്ടി വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയിൽ സ്റ്റെബിലൈസർ പ്രോ ഇടുമ്പോഴത്തേക്ക് അത് ശരിപ്പം അതിൻ്റെ വെയിറ്റ് വർക്ക് ചെയ്യണമെന്നില്ല. ഈ വണ്ടിക്ക് വെയിറ്റ് ഉണ്ടായതുകൊണ്ട്, സസ്പെൻഷൻ സോഫ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ താഴെ പോയി തിരിച്ചു വരുന്ന ഒരു റേഷ്യോ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികം, അല്ലെങ്കിൽ ഇത് ബെസ്റ്റാണ്. അടി ഇടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല സസ്പെൻഷൻ ആയിട്ടാണ് അടി തട്ടുന്നത്. പക്ഷെ അത് നമുക്ക് ഇന്ത്യൻ റോഡ് കണ്ടീഷൻ ആയിട്ടാണ് അടി തട്ടുന്ന അവസ്ഥ വരുന്നത്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഇതിൻ്റെ വേറൊരു ഫ്രീ സ്റ്റൈൽ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ട്രാവലിംഗ് റേഷ്യോ കുറവാണ്. ഇതിൻ്റെ കംഫർട്ടിന് വ്യത്യാസം വരും. ഇതിൻ്റെ അതിൻ്റെ കംഫർട്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടെ മാനേജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ആണ്. അത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. ഒരു നെഗറ്റീവ് ഉണ്ട്, നമ്മളത് ഇടയ്ക്ക് നാടി നമ്മൾ ഷൂട്ട് കഴിഞ്ഞാണ് നമ്മളത് പറയാൻ ഓർത്തത്. ഓക്കെ, എന്താണ് ഇതിനകത്തുള്ള ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുവറാണ്. മറ്റുള്ള വെഹിക്കിളിൽ കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഇതിനകത്ത് കിട്ടുമോ എന്നുള്ളത് കുറച്ച് സംശയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഉണ്ടല്ലോ, യൂണിറ്റിൻ്റെ കോസ്റ്റിൽ അവർ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിനകത്തൊരു ഭയങ്കരമായിട്ട് 5 വർഷമായി, എന്നിരുന്നാൽ പോലും ഒരു ഡിമ്മിങ് ഇതിനകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. അതുപോലെ വിസിബിലിറ്റിയും കുറവാണല്ലേ? വിസിബിലിറ്റിയും കുറച്ച് കുറവാണ്. ഹാലജൻ ആണ്, അതിൻ്റെ ഇതാണ് ലിമിറ്റേഷൻ ആണോ എന്നുള്ളത് അറിയത്തില്ല, പക്ഷെ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ലിമിറ്റേഷൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി, ഇതിനകത്ത് ഞാൻ വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാനിതിനകത്ത് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇപ്പോൾ 5 വർഷമായി മഴയത്തും വെയിലത്തും ഒക്കെ ഞാൻ റെഗുലറായിട്ട് ഇതേ കണക്ക് തന്നെ എക്സ്പോസ്ഡ് ആണ് ഈ വണ്ടി കൂടുതലായിട്ട്. 1,40,000 കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി ഇത് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് ഇതിനകത്ത് തോന്നിയത്. അപ്പോൾ ഒരു യൂസ്ഡ് ഫിഗോ 1.5 ഡീസൽ ഫിഗോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് പറയാം. സജഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 30,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു എനിക്ക് തോന്നുന്നു 3.5 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഷോറൂമിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് തിരക്കിയാൽ അവരിപ്പോൾ എടുക്കുന്നുണ്ട് ഷോറൂംസിൽ. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തിട്ട് 1 lakh 1,30,000 1,40,000 വേണമെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ ബെറ്റർ പ്രൊപ്പോർഷൻസ്. കാരണം 1.5 ലിറ്റർ ഡീസൽ എൻജിൻ ഹച്ച് ബാക്കിൽ വരിക എന്ന് പറയുന്നത് ഡ്രൈവിംഗ് എന്തൂസിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. അപ്പോൾ അതാണ് എനിക്ക് യൂസ്ഡ് കാർസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനുള്ള വാല്യൂ പ്രൊപ്പോർഷനാണ്. സെക്കൻഡ്സ് നല്ല വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സർവീസിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ഇല്ല. ഫോർഡ് തിരിച്ചു വരുന്നുണ്ട്, എൻഡെവറിനെ റീബ്രാൻഡ് ചെയ്തിട്ട് എവറസ്റ്റ് എന്നുള്ള പേരിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവൻ എക്കോസ്പോർട്ട് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഇങ്ങനെയുള്ള ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് വിട്ടുപോയാൽ ഫോർഡിന് ദുഃഖമുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതെ, സത്യം. ഞാനിപ്പോൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്കോസ്പോർട്ടോ അല്ലെങ്കിൽ ബ്രോങ്കോ ഒക്കെ അതിൻ്റെ പ്രൈസ് ഒന്നും വേരിയൻസ് ഒന്നും എന്നെ അറിയത്തില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടു ഇന്ത്യ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് തിങ്. ഓക്കെ അപ്പം ഇതൊക്കെയായിരുന്നു നമുക്ക് എക്സ്പീരിയൻസ് സംസാരിക്കാനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ലെങ്തി ആയോ എന്നുള്ളത് അറിയത്തില്ല, കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും, പ്രശ്നമില്ല. പക്ഷെ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നല്ല
യൂസ്ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഓക്കെ യുവർ ടൈം ടു. ഓക്കെ, അപ്പം എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.